വളരെ പ്രധാനപ്പെട്ടൊരു ഓപ്പറേഷൻ ഇന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാനത്തുണ്ടായി. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാൻ പോലീസ് വിരിച്ച വലയിൽ കുടുങ്ങിയത് 263 പേരാണ്. അക്കൗണ്ടുകൾ വാടകയ്ക്ക് നൽകിയവരും അക്കൗണ്ട് ഉടമകളെ പറ്റിച്ച് തട്ടിപ്പ് നടത്തിയവരും ഉൾപ്പെടെയാണ് അറസ്റ്റിലായത്. രാജ്യത്ത് ഇതാദ്യമായാണ് ഇത്ര വലിയ നിരീക്ഷണവും അറസ്റ്റുമെന്ന് ADGP S. ശ്രീജിത്ത് അവകാശപ്പെട്ടു. 2 മാസമായി പോലീസ് നടത്തിയ രഹസ്യ നിരീക്ഷണത്തിനൊടുവിൽ 263 പേർ അറസ്റ്റിലായി. 382 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 125 പേർക്ക് നോട്ടീസ് നൽകി നിരീക്ഷണത്തിലാക്കി. കുറഞ്ഞത് 300 കോടിയുടെയെങ്കിലും തട്ടിപ്പുകൾ കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു. ഓൺലൈൻ ഇടപാടുകൾ, വായ്പാ വാഗ്ദാനം, നിക്ഷേപ നേട്ടം വാഗ്ദാനം ചെയ്ത് പണം സ്വീകരിക്കൽ, ഓൺലൈൻ ജോലികൾ ഇവയുടെയൊക്കെ പേരിൽ നടത്തിയ തട്ടിപ്പുകൾക്ക് പിന്നിലുള്ളവരെയാണ് പൂട്ടിയത്. അക്കൗണ്ടുകൾ വാടകയ്ക്ക് നൽകിയവരും കുടുങ്ങി. തട്ടിപ്പിന് ഇരയായവർ പോലും ഇക്കാര്യം അറിയുകയോ പരാതിപ്പെടുകയോ ചെയ്യും മുൻപ് തട്ടിപ്പിന് തലപ്പത്തുള്ളവരിലേക്കാണ് എത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി. നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ ആരെങ്കിലും വഞ്ചിക്കപ്പെടുമ്പം പരാതിയുമായിട്ട് വരുന്നവരിൽ നിന്ന് കേസെടുക്കുന്ന രീതി മാറ്റിയിട്ട് പോലീസ് അങ്ങോട്ട്, അതാണ് ഈ ഓപ്പറേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് നമ്മൾ പ്രോആക്റ്റീവായിട്ട് ഈ സാധനം പോയി കണ്ടുപിടിക്കുക ചെയ്ത്. ആര് പരാതി പറഞ്ഞോ ഇല്ലയോ നമ്മൾ അന്വേഷിച്ചിട്ടില്ല. അപ്പം അതിനുവേണ്ടി നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൻ്റെ സഹായമെടുത്തു. അവിടെ വന്നിട്ടുള്ള ഇങ്ങനത്തെ എല്ലാ ഫ്ലാഗ് ചെയ്തിട്ടുള്ള എല്ലാ ഇഷ്യൂസും അത് കേസായിട്ട് അവർ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, ചിലത് സംസ്ഥാനത്തിന് പുറത്തുള്ള ഇനി പരാതി കിട്ടാനിരിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞതാണ്. നമ്മളിത് കണ്ടിട്ട് നിങ്ങളുടെ പൈസ പോയെന്ന് അങ്ങോട്ട് അന്വേഷിച്ച് എല്ലാം പോവാം. അപ്പോൾ അവർ പലപ്പോഴും അറിയാൻ പോകുന്നത്. പെട്ടെന്ന് വലിയ തുകയുടെ ഇടപാടുകൾ നടന്ന അക്കൗണ്ടുകൾ നിരീക്ഷിച്ചാണ് പരാതി പോലുമില്ലാതെ പോലീസ് തട്ടിപ്പുകാരിലേക്ക് എത്തിയതെന്ന് ADGP S. ശ്രീജിത്ത് പറഞ്ഞു. ജാമ്യമില്ലാ വകുപ്പുകളാണ് തട്ടിപ്പുകാർക്കെതിരെ ചുമത്തിയത്. ഇത്തരം തട്ടിപ്പുകൾ പ്രൊമോട്ട് ചെയ്ത ഇൻസ്റ്റഗ്രാം പേജുകളും ഉടമകളും നിരീക്ഷണത്തിലാണ്. കൊല്ലങ്ങളായിട്ടൊരു നടപടിയില്ലാത്തൊരു അക്കൗണ്ട്, ചിലപ്പോൾ പുതിയ അക്കൗണ്ട് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് കുറച്ച് ട്രാൻസാക്ഷൻ, പിന്നീട് അത് ഹെവി വിഡ്രോവൽ, പിന്നെ ഒന്നുമില്ല വീണ്ടും. ഇങ്ങനെയുള്ള സാധനങ്ങളെയാണ് നമ്മൾ ഇങ്ങനെയുള്ളത് നിരീക്ഷണത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ നിന്ന് വന്നിട്ടുള്ളതുണ്ട്. നമ്മളത് വളരെ ആക്റ്റീവായിട്ട് അത് പെർസ്യൂ ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ഇക്കാര്യത്തിൽ നമുക്ക് വിജയകരമായിട്ട് പറയാനുള്ളത്. എല്ലാവർക്കും പോകുന്നതാണ്, എല്ലാ സംസ്ഥാനങ്ങൾക്കും പോകുന്നതാണ്. അതീവ രഹസ്യമായി പോലീസ് നടത്തിയ നീക്കങ്ങൾ ഒരിടത്തും ചോർന്നതുമില്ല. കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത്. ചില പ്രമുഖ നേതാക്കളുടെ ബന്ധുക്കളും അടുപ്പക്കാരും അറസ്റ്റിലായവരിലുണ്ടെന്നാണ് സൂചന. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.